ഇവിടെയൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ജനറലായിട്ട് പറയുന്നതാണ് ഒരു ആളെ പറ്റി ഭർത്താക്കന്മാർക്കൊന്നും ഭാര്യമാരങ്ങനെ അഭിനയ രംഗത്തേക്ക് വീണ്ടും പോകണമെന്ന് ഒരു താല്പര്യം ഉണ്ടാവില്ല. എന്നൊക്കെ അറിയാൽ ഒരു ഫാമിലിയുടെ ഒരു അതിൻ്റേതായ ഒരു പ്രൈവസിക്ക് ഒരു ഭംഗം പറ്റുന്ന രീതിയിൽ. പക്ഷേ നദിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ല. ഇൻഫാക്ട് ഹി പ്രോഡക്ട് യു ടു ഗോ അല്ലേ? No, he encouraged. വേണമെങ്കിൽ വീട്ടിലിരുന്ന മൂപ്പർക്ക് ശല്യം കൂടുതലായിക്കൊണ്ടായിരിക്കും ഇവിടെ പറഞ്ഞു വിട്ടത്. ഞാൻ പോയി ചോദിക്കാൻ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ സോ ഐ തിങ്ക് ദാറ്റ് വാസ് ദ മെയിൻ റീസൺ. പക്ഷെ ഞാൻ അന്നേരം ഞാനും ശിരീഷും ഡിസ്കസ് ചെയ്യുമ്പം വി സെഡ് മെയിൻ ഇസ് പുള്ളിക്കാരൻ്റെ കരിയർ എങ്ങനെയാണ് പോകുന്നത്, വാട്ട് ഈസ് ഹീ ലുക്കിംഗ് ഇൻ ടു ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പിന്നെ കുറച്ച് പടങ്ങൾ ചെയ്താൽ ഇറ്റ്സ് ജസ്റ്റ് എ ബോണസ് ടു അവർ ലൈഫ്, ബട്ട് it is not the priority. മൂപ്പരായിരുന്നു ഒരു പ്രധാന കേന്ദ്രം. അതിൽ ഒന്ന് സാറ്റലൈറ്റ് ആയിട്ട് നദിയ ഒന്ന് കറങ്ങുന്നു. മെയിൻലി അദ്ദേഹത്തിന്റെ കരിയർ, പ്രൊഫഷൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ദാറ്റ് ഈസ് ദ ബ്രെഡ് ആൻഡ് ബട്ടർ. ഇതൊരു ഹോബി, ഇതെന്റെ ഒരു ഹോബി, ഒരു പാസ് ടൈം. എനിക്ക് ഇഷ്ടമുള്ള സംഗതി ഞാൻ ചെയ്യുന്നത്. സി ഫോർ മീ ഐ എൻജോയ് മൈ വർക്ക്. ഒരു പോക്കറ്റ് മണി. അതെ. സോ മൂപ്പർ ധാരാളമായിട്ട് പൈസ തരാറുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇല്ല, പൈസ ഇഷ്ടംപടി ഉണ്ടല്ലോ. പൈസ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് പൈസ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ അത്രയും നേരത്തെ കല്യാണം കഴിച്ച് ഞാൻ സെറ്റിൽ ആവില്ലായിരുന്നു. സോ ഐ തിങ്ക് ഇഫ് മണി വാസ് പോയിന്റ് ടു ബി നോട്ടഡ്. സോ മണി ഇസ് നോട്ട്, ഐ മീൻ മണി ഇസ് ഇമ്പോർട്ടൻറ്റ്. പൈസ ആവശ്യമാണ്, പക്ഷേ പൈസ മാത്രമല്ല, ഇറ്റ്സ് നോട്ട് എവറിഥിങ്. ആൻഡ് പിന്നെ ഞങ്ങളുടെ ഫാമിലി സെറ്റപ്പും ശിരീഷിൻ്റെ ഫാമിലി ആണെങ്കിലും ശരി, ഞങ്ങളുടെ ഫാമിലി ആണെങ്കിലും ശരി, ഞങ്ങളൊക്കെ സെയിം വാല്യൂ ഉള്ള ആൾക്കാരാണ്. സോ ഐ തിങ്ക് ഇറ്റ് മേക്സ് ഇറ്റ് വെരി ഈസി. ശിരീഷും നിങ്ങളൊക്കെ അയൽവക്കത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടാണോ കയറി മുട്ടിയത്? ഇല്ല, ശിരീഷ് ഒത്തിരി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. സോ ആൻഡ് ശിരീഷിൻ്റെ കസിൻ എൻ്റെ ബിൽഡിങ്ങിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ശിരീഷിനെ പരിചയപ്പെട്ടത്. എത്രാം വയസ്സിലാണ് പരിചയപ്പെട്ടത്? 17 വയസ്സിലാണ്. അതിനാണല്ലോ മധുര 17 എന്ന് മലയാളികൾ പറയുന്നത്. 16 അല്ലേ? ഇല്ല, മധുര 17. അല്ല, നദിയുടെ കാര്യത്തിൽ അത് 16 തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് 17 പറയാം. ബോംബെയിൽ 16 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിൽ അപ്പോൾ എവിടെയോ ഒരു വൈബുണ്ട് അല്ലേ? വൈബ് ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് വെരി ഫണി. കാരണം ആ 17 വയസ്സ് ഇപ്പം നാളെ എൻ്റെ മോള് വന്ന് പറഞ്ഞാൽ ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ വൺ പെർട്ടിക്കുലർ ബോയ് ആൻഡ് ഷീ വാണ്ട്സ് ടു ഗെറ്റ് മാരീഡ് ടു ഹിം. ഇന്നത്തെ കാലത്ത് ഞാനത് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇത്രയും ഏർലി എങ്ങനെയാണ് ഡിസിഷൻ എടുക്കാൻ പറ്റുക? പക്ഷെ ഞാൻ ആ ഡിസിഷൻ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഐ ഫൈൻഡ് ഇറ്റ് വെരി സ്ട്രേഞ്ച്. ഇന്നത്തെ കാലം വേറെയാണ്. സോ യു തിങ്ക് എ ലിറ്റിൽ ഡിഫറെൻ്റ്ലി. നദിയ, അതായത് ഞാൻ നദിയുടെ ഒരു എന്താ പറയുക, ഒരു ജീവിതരേഖയിലൂടെ ഇങ്ങനെ വെറുതെ കണ്ണോടിച്ച് നോക്കിയപ്പോൾ, പിന്നെ നദിയുടെ ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ, നദിയയ്ക്ക് സാധാരണ സിനിമയിലേക്ക് വരുന്ന ആൾക്ക് സിനിമയുടെ ആ ഒരു ഗ്ലാമർ, ഗ്ലിറ്റർ, അതിൻ്റെ ഒരു വലിയ സാധ്യതകൾ, ദ മണി പാർട്ട്, ദ ഫെയിം, ഇതൊക്കെ കൂടി വരുമ്പോഴേക്കും പലപ്പോഴും പിന്നോട്ടുള്ള നോട്ടം വേണമെങ്കിൽ ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. അതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നദിയുടെ മനസ്സിൽ ബാക്ക് ഓഫ് യുവർ മൈൻഡ് എപ്പോഴും ഈ ശിരീഷ് കിടന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൂപ്പർ പഠിക്കാൻ വേണ്ടി റോമിലേക്ക് പോകുന്നു, ജോലി കിട്ടിപ്പോകുന്നു. പക്ഷേ അദ്ദേഹത്തെ വിട്ടൊരു കളിക്കാനില്ല എന്ന് ഡേ 1 മുതൽ നദിയ തീരുമാനിച്ചിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എപ്പോഴും ഈ സിനിമ ഒരു ഇൻസെക്യൂരിറ്റി ഫാക്ടർ തന്നിരുന്നു. അതായത് ഒരു പക്ഷേ ശിരീഷ് വിട്ടുപോകില്ല. ഇല്ല, അത്രയും ഒന്നും ചിന്തിക്കാനുള്ള എനിക്ക് തോന്നുന്നു ആ കപ്പാസിറ്റി അന്നില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, വി വർ വെരി റെഗുലർ വിത്ത് ആർ ലെറ്റർ റൈറ്റിംഗ്. അന്നത്തെ കാലത്ത് നമുക്ക് ഫോണൊന്നും ഇല്ല. ഫോൺ ഇൻ ദ സെൻസ് കോൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യണം. പറഞ്ഞാൽ ഇന്ന് രാത്രി ബുക്ക് ചെയ്താൽ, ശിരീഷ് അമേരിക്കയിലായിരുന്നു പഠിക്കുമ്പം, ഇന്ന് രാത്രി നമ്മൾ കോൾ ബുക്ക് ചെയ്താൽ അടുത്ത ദിവസം കാലത്തെ ആ കോൾ കിട്ടത്തുള്ളൂ. പിന്നെ അത് മാത്രം ഞങ്ങൾ എഴുതുമായിരുന്നു. സോ ഞാൻ പറയുമായിരുന്നു, ഓക്കെ ഞാനിപ്പോൾ ഒരു 15 ദിവസം കൊണ്ട് ഞാൻ ഈ ഷെഡ്യൂളിൽ ഞാൻ ഊട്ടി കാണും. സോ ഊട്ടിയിൽ അഡ്രസ്സ് ഞാൻ കൊടുത്തു വെക്കും. ശിരീഷ് ഊട്ടിയിലേക്ക് ഒരു എഴുത്തയക്കുമായിരുന്നു. ദ ഓൺലി പേഴ്സൺ ഐ തിങ്ക് ഹു സസ്പെക്റ്റഡ് ഇങ്ങനെ എഴുത്ത് വരുമ്പം വാസ് റോസി ആൻറ്റി, ഫാസിൽ അങ്കിളുടെ വൈഫ്. അവരുടെ വീട്ടിൽ ഒരു എഴുത്ത് വന്നപ്പം നോക്കത്ത ദൂരം ചെയ്തുകൊണ്ടിരിക്കുമ്പം തോന്നി, ആരുടെ എഴുത്താൻ നദിയ, സരീന എന്നാണ് വിളിക്കുക, ആരുടെ എഴുത്താ സരി? അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എഴുത്താണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അന്നേരം ഇച്ചിരി സംശയം, ഇത് ആരാ ഇങ്ങനെ ഒരു അവിടെ നിന്നൊക്കെ ഇങ്ങനെ എഴുത്തയക്കുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം റോസി ആൻറ്റിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അവരറിഞ്ഞു. ഞാനിപ്പോൾ ഒരു രഹസ്യം ചോദിക്കട്ടെ, വേറെ ആരും കേൾക്കണ്ട. സിനിമയിലിങ്ങനെ വലിയൊരു സ്റ്റാറായിട്ട് നദിയ ഉരുത്തിരിയുന്നു. മൂപ്പറാണ് വളരെ ദൂരെ. ശിരീഷ് വേണമെങ്കിൽ തോന്നിയോ ഈ പെണ്ണിന് വല്ലോ സിനിമയുടെ ഗ്ലാമറിൽ പെട്ടു പോകും
എന്ന് ചിന്തിച്ചിരുന്നു? ഒരാശങ്ക No, ഉണ്ടാവും. it's a very valid question. It's a very valid question. ആദ്യത്തെ കൊല്ലം, പിന്നെ ഇത് മാത്രമല്ല, ഞങ്ങളിപ്പം കൊല്ലത്തെ ഒരിക്കലേ കാണുന്നുള്ളതാണ്. അതെ. സോ പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രിട്ടാസ് ആ കാലത്ത് നമ്മളൊരു ഷെൽട്ടേർഡ് ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പുറത്തെ ജീവിതത്തിൻ്റെ കുറിച്ചൊന്നും അറിയില്ല. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരില്ലായിരുന്നു. എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ഞങ്ങൾ വളരെ സപ്പോർട്ടീവ് ഓഫ് ഈച്ച് അതർ. സോ എനിക്കങ്ങനെ ഔട്ട്സൈഡ് ബാഡ് ഇൻഫ്ലുവൻസ് വരാനായിട്ട് ചാൻസസ് ഇച്ചിരി കുറവായിരുന്നു. നമ്പർ 1, ബിക്കോസ് മൈ ഫാദർ വാസ് വെരി വെരി പ്രൊട്ടക്റ്റീവ്. ആദ്യമായിട്ട് ഞാൻ ശിരീഷിനെ കാണുന്ന ഒരു കൊല്ലത്തിന് ശേഷമായിരുന്നു ഹോളിഡേയ്സ്, ശിരീഷിന് സമ്മർ ഹോളിഡേയ്സ് വന്നപ്പം. സോ ശിരീഷ് ആക്ച്വലി വാസ് ബീങ് വെരി പ്രാക്ടിക്കൽ അബൌട്ട് ഇറ്റ്. ശിരീഷ് എൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ച്, സോ ഡു യു തിങ്ക് വി ക്യാൻ കണ്ടിന്യൂ ദിസ് റിലേഷൻഷിപ്പ്? കാരണം നൗ യു ആർ എ ബിഗ് ആക്ടർ, യു ആർ ബിഗ് സ്റ്റാർ, വിൽ യു ബി ഏബിൾ ടു അഡ്ജസ്റ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ? എനിക്ക് ആ ക്വസ്റ്റ്യൻ വാസ് ലൈക്ക്, ഹൗ ഡെയർ യു ആസ്ക് മീ ലൈക്ക് ദാറ്റ്? പറഞ്ഞോ? ചീത്ത പറഞ്ഞോ? ഇല്ല, ചീത്ത പറഞ്ഞില്ല. ഞാൻ ചീത്ത പറയൂല. സോ ഐ സെഡ് ഹൗ ഡെയർ, പക്ഷേ ഇല്ല, പക്ഷേ ചീത്തല്ലല്ലോ, ഒരു എഫർമേറ്റീവ് വേ ഓഫ് ആൻസറിങ് അല്ലേ. ഞാൻ പറഞ്ഞു, ഹൗ ഡെയർ യു ആസ്ക് മീ സംതിങ് ലൈക്ക് ദാറ്റ്? ബിക്കോസ് ഞാൻ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഡിസൈഡ് ചെയ്തായിരുന്നു that if I get married, I'm getting married. അത് ശിരീഷിന്റെ ഭാഗത്ത് ഏത് ചെറുപ്പക്കാരനാണെങ്കിലും മനസ്സിൽ തോന്നേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. Absolutely. ഒരു തെറ്റും പറയാൻ പറ്റില്ല. Absolutely. തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മൂപ്പർ പഠിക്കാൻ വേണ്ടി റോമിലേക്ക് പോകുന്നു. അതെ. പഴയ മുംബൈ വിദ്യാർത്ഥിയല്ല. അതെ. റോമിൽ ചെന്ന ശേഷം പിന്നെ അമേരിക്കയിൽ പോകുന്നു. അതെ. ഒരുപാട് സ്വാധീനങ്ങൾക്ക് വേണമെങ്കിൽ വിധേയമാകാം. അതെ. ഈ സെറീനയ്ക്കൊരു ആശങ്കയുണ്ടായിരുന്നു, വെല്ലം മദാമയുടെ പുറകെ മൂപ്പർ പോകുമോ? ഇല്ല, ആക്ച്വലി ശിരീഷിന്റെ പേരൻസിനായിരുന്നു ആശ്വാസം വെൻ ഹി ഗോട്ട് മാരീഡ് ടു മീ. അവരോർത്ത്, ഓ നന്നായി, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇന്ത്യനെ ആണല്ലോ കല്യാണം കഴിച്ചത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതും ഒരു വലിയ കാര്യമല്ല ഇഫ് യു ഗെറ്റ് മാരീഡ് ടു നോൺ ഇന്ത്യൻ. പക്ഷെ എനിക്ക് അന്നേരം ആ കാലത്ത് ആ ട്രസ്റ്റ് ഫാക്ടർ വാസ് വെരി സ്ട്രോങ്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ വുഡ് ഹാവ് ബീൻ ഹേർട്ട്, ബിക്കോസ് എൻ്റെ മനസ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി സെറ്റ് ആയി. ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി മുറി വന്നു കഴിയുമ്പോൾ അപ്പോഴേക്കും അവിടെ നേരം വെളുത്ത് മൂപ്പർ ജോലിക്ക് പോകുമായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ വരിക? അതെ. അപ്പം എന്തായിരിക്കും മൂപ്പർ ചെയ്യണേ? ഇല്ല ഇല്ല, ശരിക്കും ഒട്ടുമില്ല, ഒട്ടുമില്ല. ഓ, ഇത് ഭയങ്കര ട്രസ്റ്റ്, അതൊരു ട്രസ്റ്റ് ആയിരുന്നു. ട്രസ്റ്റ് ആയിരുന്നു. ട്രസ്റ്റ് ആയിരുന്നു.